പ്രഗ്നൻസി ടൈം എപ്പോഴും സന്തോഷമുള്ളൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചാൽ എങ്ങനെയിരിക്കും, കാണിക്കാൻ മരുന്ന് എന്നാൽ കഴിച്ചാൽ വല്ല പ്രോബ്ലം ഉണ്ടാവോ, ആ ചിന്തകൾ ഇപ്പോഴും നമ്മുടെ ഇടയ്ക്കുള്ള ആൾക്കാരുടെ കയ്യിൽ മനസ്സിലുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. സ്റ്റിൽ ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം, ആ മനസ്സിലുള്ള പേടി ഇപ്പോഴും കിടപ്പുണ്ട്. പ്രഗ്നൻസി സമയമായാലും അല്ലാതായാലും നമുക്ക് മരുന്ന് കഴിക്കുന്നതിന് അതിന് സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് ഇഷ്ടംമാതിരി ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടി മാത്രമേ കഴിക്കാവുള്ളൂ എന്നാണ് ഞാൻ അതിനു മുമ്പ് മെൻഷൻ ചെയ്തത്. അതോടൊപ്പം തന്നെ പല്ല് പറിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പല്ല് പറിക്കാം. അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് 3, 4, 5 മാസങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ പറിക്കാൻ സാധിക്കും. നമ്മൾ പല്ല് വേദന വന്നു, ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് അത് ബ്ലഡിലേക്ക് കയറി അത് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതിന് നല്ലത് നിങ്ങൾക്ക് ആ പെയിൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ, പെയിൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് സപ്പോർട്ടോട് കൂടി അത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ഒരു കാര്യം, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു ഫാമിലി ഡെന്റിസ്റ്റിനെ നിങ്ങളൊന്ന് കാണിച്ച് കംപ്ലീറ്റ് ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തണം. അവിടെ എന്തെങ്കിലും പല്ല് കേടുള്ള സംഗതികളുണ്ടെങ്കിൽ അതെല്ലാം അടപ്പിക്കുക, ക്ലീൻ ആക്കണം. വായിൽ കക്കയൊന്നും വരാതെ ബ്രഷിങ് ഹാബിറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ ഗംസ് മസാജ് ചെയ്യുക, അതോടൊപ്പം നാക്കും ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും പെയിനോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അത് ഏത് സമയത്താണെങ്കിലും, പല്ല് പറിക്കുന്നതിനാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് പറിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങളൊരു കൺസെൻറ്റോട് കൂടി തന്നെ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുകയും അതിനാവശ്യമുള്ള ബാക്കിയുള്ള റെക്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുക.